അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ അറിയിച്ചതുപോലെ ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവത്തിന്റെ വാർഷിക ദിനം തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ അവിടുത്തെ ആകാശയാത്രയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. സമയം വളരെ വൈകിയതുകൊണ്ട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കി പറയുകയും ബാക്കി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തീകരിക്കുകയും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇന്ന് ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവം നടന്ന റജബ് 27 തൊട്ടടുത്താണ് നാം നിൽക്കുന്നത്. നാട്ടിൽ ഞങ്ങൾക്ക് റജബ് 27 ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ചയാണ്. GCCയിലൊക്കെ ബുധനാഴ്ചയാണ് റജബ് 27 രാവ്. ഇവിടെ വ്യാഴാഴ്ച രാവ്, അവിടെ ബുധനാഴ്ച രാവ്. വെള്ളിയാഴ്ചയാണ് നാട്ടിൽ 27 പകല്. അപ്പോഴാണ് മിഅ്റാജിന്റെ നോമ്പ്. GCCയിൽ അത് വ്യാഴാഴ്ചയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും റജബ് 27 ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവത്തിന്റെ വാർഷികമായി കാണുകയും ആ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ മിഅ്റാജ് എന്ന അത്ഭുത സംഭവം നടന്നത് എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വാചകം കാണാം. റജബ് 27 രാത്രിയിലാണ് ആ മഹൽ സംഭവം നടന്നത് എന്നാണ് പ്രസിദ്ധമായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് വഅലൈഹി അമലുന്നാസ്, ജനങ്ങൾ അമൽ ചെയ്തു വരുന്നത് അങ്ങനെയാണ് എന്ന് കാണാം. അപ്പൊ ഇസ്റാ മിഅ്റാജിൽ എന്തോ ഒരു പ്രത്യേകമായ കണക്കെടുക്കൽ, അതിനെ കാര്യമായി പരിഗണിക്കൽ, ആ രീതി പഴയ കാലത്ത് തന്നെ ഈ ഉമ്മത്തിൽ നിലനിന്നിരുന്നു എന്ന് മറ്റു ചില പണ്ഡിതന്മാരുടെ വരികളിൽ നിന്നും മനസ്സിലാക്കാം. ഏതായാലും ഈ സംഭവത്തിന്റെ വിശാലമായ അനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാടാണ് വിശുദ്ധ മക്ക. ആ മക്കയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 കൊല്ലം ജീവിച്ചത്. ഈ 53 കൊല്ലത്തിന്റെ ഇടക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതും മക്കയിൽ വെച്ച് തന്നെയാണ്. ഈ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അവിടുത്തെ പ്രവാചകത്വം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ, അവിടുത്തെ വഫാത്ത്, ഇതെല്ലാം നടന്നത് തിങ്കളാഴ്ചയാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുത സംഭവമായ ഇസ്റാ മിഅ്റാജ് നടന്നതും തിങ്കളാഴ്ചയിലാണ് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഇസ്റാ മിഅ്റാജ് സംഭവത്തിന്റെ കാലയളവുകളെക്കുറിച്ചും അതിന്റെ ഡേറ്റിനെ കുറിച്ചൊക്കെ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത് അത് ഹിജ്റയുടെ 1 വർഷം മുമ്പാണ് നടന്നത്. റജബ് 27 രാവിനായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നാണ്. അപ്പൊ ഹിജ്റയുടെ 1 വർഷം മുമ്പ് റജബ് 27 രാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അത്ഭുതകരമായ ഒരു സമ്മാനവും ആദരവുമാണ് ഇസ്റാ മിഅ്റാജ് സംഭവം. ആ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ച സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു.
ഈ ആയത്തിൽ, സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്തിൽ അല്ലാഹു തആല ഇസ്രാഇനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രാ, മിഅ്റാജ്, ഇത് രണ്ടും എപ്പോഴും നാം ചേർത്ത് കേൾക്കുന്ന രണ്ട് പദങ്ങളാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ നിശാ സഞ്ചാരത്തെയാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന പദത്തിന്റെ നേരെ അർത്ഥം കോണി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പോയ യാത്രയാണ് ഇപ്പോൾ നാം മിഅ്റാജ് എന്ന് വിളിക്കുന്നത്. അത് പ്രത്യേകമായൊരു കോണിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തേക്ക് പോയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതോ ആവട്ടെ, ഇസ്രാ, മിഅ്റാജ് എന്നീ രണ്ട് പദത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇസ്രാ എന്നാൽ നിശാ സഞ്ചാരമെന്നും മിഅ്റാജ് എന്നാൽ കോണി എന്നുമാണ് നേരെ അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നുബുവത്ത് കൊടുത്ത് 10 കൊല്ലത്തിന്റെ അപ്പുറം മക്കയിൽ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് താമസിക്കുന്ന കാലയളവിൽ അവിടത്തേക്കുണ്ടായ അത്ഭുതകരമായൊരു സംഭവമാണ് ഇസ്രാ. ഇസ്രാഇന്റെ അത്ഭുതം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രി മക്കയിൽ കിടന്നുറങ്ങുമ്പോൾ, മക്കയിൽ എവിടെയാണ് കിടന്നുറങ്ങിയത് എന്ന് പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകൾ വ്യത്യസ്തമായി കാണാം. മസ്ജിദുൽ ഹറാമിലായിരുന്നു എന്ന് ചില സ്ഥലത്ത് കാണാം. പിന്നെ അത് തന്നെ ഫിൽ ഹത്തീമി, ഫിൽ ഹിജിരി, അങ്ങനെ രണ്ട് രീതിയിൽ കാണാം. ഹിജറിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, ഹിജർ ഇസ്മായിലിന്റെ ഭാഗത്ത് കിടന്നുറങ്ങുമ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ ഫി ബൈറ്റി ഉമ്മുഹാനിഇൻ, ഉമ്മുഹാനിഇന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്നും കാണാം. ഉമ്മുഹാനി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യ പുത്രിയാണ്. അതായത് അബൂ താലിബിന്റെ പുത്രി അലി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ് ഉമ്മുഹാനി. ആ ഉമ്മുഹാനിന്റെ വീട് മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മിഅ്റാജിനും ഇസ്രാഇനും കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ ഉറങ്ങുന്ന സമയത്താണ് എന്നും ചില ഹദീസുകളിൽ കാണും. ആ മസ്ജിദുൽ ഹറാമിൽ തന്നെ കഅബയുടെ തൊട്ടുചാരത്ത് ഹിജർ ഇസ്മായിലാണ് ഉറങ്ങിയത് എന്നും കാണാം. ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ആ പറഞ്ഞതിന്റെ പൊരുൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹോദരിയായ ഉമ്മുഹാനിന്റെ വീട്ടിലാണ് ഉറങ്ങിയത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആ വീടിന്റെ മേൽഭാഗം പിളർത്തി അതിലൂടെ അകത്ത് കടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്തി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ കൂട്ടിക്കൊണ്ടുപോയത് മസ്ജിദുൽ ഹറാമിലേക്കാണ്, കഅബയുടെ ചാരത്തേക്കാണ്. അങ്ങനെ ഹിജ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാതെ, എന്നാൽ പൂർണ്ണമായ ആവേശത്തോടെ ഉണരാതെ, അതാണ് ബൈനൽ നൗമി വൽ ഇഖ്ള, ബൈനൽ നൗമി വൽ ഇഖ്ള, ഉറങ്ങിയിട്ടുമില്ല എന്നാ യഖ്ളത്തുനിന്ന് വിട്ടും ചെയ്തിട്ടുണ്ട് എന്ന ഒരു ഹാലത്തിൽ അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന സമയത്താണ് പിന്നീട് ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾക്കുള്ള അത്ഭുത യാത്രയുടെ തുടക്കം കുറിക്കുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവം ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിന് മാത്രമാണോ, അതല്ല ശരീരം തന്നെ ഈ യാത്രയിൽ പങ്കാളിയാണോ? പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞത് ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൂടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാവും. കാരണം ഖുർആനിന്റെ പ്രയോഗം സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്നാണ്. അള്ളാഹു അവന്റെ അടിമയെ രാപ്രയാണം നടത്തി എന്നാണ്. അടിമ എന്ന് പറയുന്നത് റൂഹിനെ മാത്രമല്ല, നേരെ മറിച്ച് ശരീരവും ആത്മാവും കൂടിയതിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വേറെയും ചില സ്ഥലങ്ങളിൽ അബ്ദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു, അവിടെ അബ്ദുല്ല എന്ന് പ്രയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അറഅയ്തല്ലദി യൻഹാ അബ്ദൻ ഇദാ സല്ല, അവിടെ അബ്ദ് എന്ന് പ്രയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. ഇവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരവും ആത്മാവും അടങ്ങിയതിനെയാണ്. അപ്പൊ ആ നിലക്ക് ഇസ്രാ സംഭവത്തിലും ബിഅബ്ദിഹി എന്ന വിശുദ്ധ ഖുർആനിന്റെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവും ആത്മാവും അടക്കമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രക്ക് കൊണ്ടുപോയത് എന്നാണ്.
എന്നാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് പോയ മിഅ്റാജ് എന്ന അത്ഭുതകരമായ സംഭവം, അങ്ങോട്ട് പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരമാണോ അതോ ആത്മാവ് മാത്രമാണോ? അവിടെയും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് മാത്രമല്ല, നേരെ മറിച്ച് ശരീരത്തോടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് വാനയാത്ര നടത്തിയത് എന്നാണ്. ഇവിടെ ചില മിഅ്റാജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ സ്വപ്നത്തെ പരാമർശിക്കുന്നത് കാണാം. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് പല തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് ഒരു തവണയല്ല, പല തവണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതവണ ഉണ്ടായ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തവണയാണ് സ്വപ്നത്തിലെ മിഅ്റാജ് ഉണ്ടായത്. കണ്ടോ? ശരീരം കൊണ്ടുള്ള മിഅ്റാജ് ഉണ്ടായത്. ഒരു തവണ ശരീരം കൊണ്ടുള്ള യഥാർത്ഥ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരിക്കൽ ആത്മാവ് കൊണ്ടുള്ള സ്വപ്നത്തിലൂടെയുള്ള മിഅ്റാജും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വപ്നത്തിലൂടെയുള്ള മിഅ്റാജ് മറ്റു ഒരു സന്ദർഭത്തിൽ മാത്രമാണെന്ന് പറയാതെ അത് പലയാവർത്തി ഉണ്ടായിട്ടുണ്ടെന്നും മാത്രമല്ല ചില പണ്ഡിതന്മാർ 33 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആത്മാവ് കൊണ്ട് മാത്രമുള്ള മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ശാരീരികമായി നടന്ന ആകാശയാത്ര ഒരു തവണ മാത്രമാണ്. ആ ഒരു തവണ എന്ന് പറഞ്ഞത് ഇസ്രാഇന്റെ രാത്രിയിൽ തന്നെയാണ്, ഇസ്രാ നടന്ന രാത്രിയിൽ തന്നെയാണ് എന്നും പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മിഅ്റാജ് ഒന്നിലധികമുണ്ട് എന്നതിൽ തർക്കമില്ല. ആ ഒന്നിലധികമുണ്ടായ മിഅ്റാജിൽ ഒന്ന് ജസദ് കൊണ്ടുള്ള മിഅ്റാജാണ് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു. അതിന്റെ അപ്പുറത്തുള്ള മിഅ്റാജ് ആത്മാവ് കൊണ്ട് മാത്രം നടന്ന സ്വപ്നദർശനമായി ലഭിച്ച മിഅ്റാജാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാശയാത്രയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ ആകാശയാത്രയിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് അതിന്റെ ആമുഖമായി ഏതാനും ചില വിഷയങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. പ്രധാനമായും മിഅ്റാജ് ഒറ്റയടിക്ക് വിശുദ്ധ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാശത്തേക്ക് കൊണ്ടുപോയ യാത്രയല്ല. നേരെ മറിച്ച് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മാസത്തിലധികം വഴിദൂരം സഞ്ചരിച്ചെത്താൻ മാത്രം വിദൂരത്തുള്ള മസ്ജിദുൽ അഖ്സയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം കൊണ്ടുപോയിട്ടുള്ളത്. ആ കൊണ്ടുപോകലിനെയാണ് നാം ഇസ്രാ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇസ്രാഇന്റെ പിറകെയാണ് മിഅ്റാജ് ഉണ്ടായത്. ഇസ്രാഇന്റെ പിറകെയാണ് മിഅ്റാജ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഇസ്രാഇനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇസ്രാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹാ അത്ഭുതം തന്നെയാണ്. എന്നാൽ ഈ മഹാ അത്ഭുതത്തെ ചർച്ച ചെയ്യുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാശയാത്രക്ക് കൊണ്ടുപോകാൻ മക്ക എന്ന പുണ്യനാട് തെരഞ്ഞെടുക്കാതെ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? മസ്ജിദുൽ അഖ്സ മക്കയിൽ നിന്ന് 40 ദിവസത്തോളം, ഒരു മാസത്തിലധികം എന്ന് പറയുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 40 ദിവസത്തെ വഴിദൂരമുണ്ട് എന്നാണ്. അത്രയധികം ദൂരത്തുള്ള ഒരു നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം കൊണ്ടുപോയത് എന്തിനാണ്? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ കൊണ്ടുപോയത്? മക്കയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരവും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിട്ടല്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും ആ ചെറിയ വ്യത്യാസത്തെ എത്തിപ്പിടിക്കാൻ വേണ്ടി ഒരു മാസത്തിലധികം വഴിദൂരമുള്ള കരയാത്ര നടത്തുക എന്ന് പറഞ്ഞത് ബുദ്ധിപരമല്ല. അപ്പൊ ഈ കരയാത്രയുടെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടാകണം. ആ രഹസ്യം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് ആ യാത്രയെ നാം ശരിക്കൊന്ന് പഠിക്കണം. യാത്രയെ ശരിക്ക് പഠിക്കുമ്പോൾ ആ യാത്രയുടെ രഹസ്യം പലതും നമുക്ക് മനസ്സിലാവും. ആ യാത്രയുടെ സ്വഭാവം എന്തായിരുന്നു?
ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ. ആ യാത്രക്ക് ഒരുങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആദ്യം ചെയ്ത പണി എന്താ? ഒരു സ്വർണത്തിന്റെ തളികയിൽ സംസം വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വയറിന്റെ താഴ്ഭാഗം വരെ കീറി അവിടുത്തെ ഹൃദയം പുറത്തെടുത്ത് ആ ഹൃദയം കഴുകി ശുദ്ധീകരിച്ച് അതിൽ ഇൽമും ഹിക്മത്തും നിറച്ച് ആ ഹൃദയം തൽസ്ഥാനത്ത് വെച്ച് അവിടെ ഭദ്രമാക്കി വെച്ച് പിടിപ്പിച്ചതിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിശായാത്ര തുടങ്ങുന്നത്. ഇവിടെ സ്വാഭാവികമായൊരു സംശയമുണ്ടായേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു കീറിയ സംഭവം ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന 4 വയസ്സാകുന്നതിന്റെ മുമ്പ് ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. 4 വയസ്സാണെന്നും 5 വയസ്സാണെന്നും പണ്ഡിതന്മാർ 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്ര ചെറുപ്പത്തിൽ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു കീറിയ സംഭവം എല്ലാവർക്കും അറിയാം. അതേ സ്ഥാനത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് മിഅ്റാജിന്റെ രാത്രിയിൽ വീണ്ടും കീറി എന്ന് പറയുമ്പോൾ അതെന്തിനാണ് കീറിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് കീറിയത് എന്തിനാണ്? അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് രണ്ടാമത് കീറിയത് ഇത് രണ്ടാമതല്ല, അതിന്റെ ഇടക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് വേറൊന്ന് കീറിയിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും കീറിയിട്ടുണ്ട്. അങ്ങനെ പലതവണ നെഞ്ചു കീറലുണ്ടായിട്ടുണ്ട്. മിഅ്റാജിന് വേണ്ടി പോകുമ്പോൾ ലോകത്ത് ആർക്കും ലഭിക്കാത്ത സൗഭാഗ്യമായ അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സംഭാഷണം നടത്താൻ പറ്റുന്നതും മാത്രമല്ല അള്ളാഹുവിന്റെ ആയാത്തിൽ ചിലത് എന്ന് മാത്രം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതുമായ മഹാത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങളെ വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അല്ലാഹു തആല യുരിയഹു മിൻ ആയാത്തിന നമ്മുടെ ആയാത്തുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കാനാണ് ആ നബിയെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തോടുത്ത് മലക്കൂത്ത് സമാവാത്തി വൽ അർള് എന്ന് അല്ലാഹു പറഞ്ഞു. ആകാശത്തിന്റെ മലക്കൂത്ത് കാണിച്ചു കൊടുക്കാൻ പോയതാണ്. എന്നാൽ ഇവിടെ മിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് കാണിച്ചു കൊടുക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു. ആ ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളിൽ ചിലത് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയത്. ചില സ്ഥലത്തൊക്കെ അങ്ങനെ കാണാം, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത വസ്തുക്കളെ കുറിച്ച് വിവരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു തആല അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. ആത്മാവ് എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താ? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്നാണ്. അത് റബ്ബിന്റെ രഹസ്യങ്ങളിൽ പെട്ടതാണ് എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് അങ്ങനെ പറയാറുള്ളത്. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ആയാത്തിന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൊണ്ടുപോയത് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. ആ അത്ഭുതങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയതല്ല, മഹാത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങൾ എന്താണെന്ന് വിവരിച്ചു തന്നാൽ തന്നെ അത് മുഴുവനായി ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല മനുഷ്യബുദ്ധി. ആ മഹാത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന്റെ പുറമെ അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സംഭാഷണം നടത്തുക അള്ളാഹു തആല തെരഞ്ഞെടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്കല്ലാതെ അങ്ങനെ ഒരു ഭാഗ്യം അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടില്ല. തെരഞ്ഞെടുത്തപ്പോ ആ യാത്രക്ക് പോകുന്നതിന്റെ മുമ്പൊരു ഒരുക്കമുണ്ട്. അതാണ് പൂർണ്ണമായ ശുദ്ധീകരണം. അതിന്റെ അർത്ഥം നേരത്തെ ശുദ്ധീകരിച്ചിട്ടില്ല എന്നല്ല. ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിനെ അള്ളാഹു ശുദ്ധീകരിച്ചത് കൊണ്ടാണ് സാധാരണ മക്കളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വിനോദ താല്പര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതോ ആവട്ടെ, ആ നബിതങ്ങളെ ഇനി ശുദ്ധീകരിക്കാനല്ല, നേരെ മറിച്ച് കൽബ് കീറിയിട്ട് തെഹ്ലിയത്ത് കഴിഞ്ഞ കൽബിൽ പൂർണ്ണമായ തെഹ്ലിയത്തിന് വേണ്ടിയാണ് അത് കീറിയിട്ടുള്ളത്. ആ കൽബിലേക്ക് അവിടെ നിറച്ചതെന്താ? ഇൽമും ഹിക്മത്തുമാണ് നിറച്ചത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇന്നദിയാത്തുൽ അർബഅ എന്നാണ് ഇതിന് മലയാളത്തിൽ എന്താകുക ചുരുക്കി പറയാൻ പറ്റുക. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞത്? ആ ഹിക്മത്തും ഇൽമും നിറച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ആ ഹൃദയത്തിന്റെ ഭാഗം തുന്നിക്കെട്ടുന്നത് പോലെ കൂട്ടി. പിന്നീട് പിൽക്കാലത്ത്
ചെറിയ നൂലിന്റെ അടയാളം പോലെ, തുന്നിയാലുണ്ടാകുന്ന അടയാളം പോലെ ഈ കീറിയ ഭാഗത്ത് അടയാളമുണ്ടായിരുന്നു എന്ന് കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ അർത്ഥത്തിൽ ഇൽമും ഹിക്മത്തും ഉള്ളിൽ നിറച്ചതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേകമായ വാഹനപ്പുറത്താണ്. ആ വാഹനത്തിന്റെ പേര് ബുറാഖ് എന്നാണ്. ബുറാഖ് എന്ന പദം ഉണ്ടായത് എന്തിൽ നിന്നാണ്? അത് ബർക്കിൽ നിന്നുണ്ടായതാണോ ബരീഖിൽ നിന്നുണ്ടായതാണോ? പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്ന് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മിന്നെറിയുന്ന വേഗതയായതുകൊണ്ട് ബർക്ക് എന്ന പദത്തിൽ നിന്നാണ് ബുറാഖ് ഉണ്ടായതെന്ന് അനുമാനിക്കാം. അതേ സ്ഥാനത്ത് ബരീഖ് എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത നിറമുള്ളതിനാണ് ബരീഖ് എന്ന് പറയുന്നത്. ആ ബുറാഖിന്റെ നിറം നല്ല വെള്ളയായതുകൊണ്ട് ആണ് ബരീഖ് എന്ന ധാതുവിൽ നിന്ന് വന്ന ബുറാഖ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നും, മാത്രമല്ല അതൊരു മുസ്തക്കായ പദമല്ല, ഏതെങ്കിലും പദത്തിൽ നിന്ന് ഇതുപോലെ മാറി വന്നതല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഏതോ ആവട്ടെ ബുറാഖ് എന്ന മൃഗമാണ് കൊണ്ടുവന്നത്. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്താണ്? അതൊരു കുതിരയല്ല, എന്നാൽ അത് കഴുതയുമല്ല. ഇത് രണ്ടിന്റെയും ഇടയിലാണ് അതിന്റെ വലുപ്പം. അതിന് ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. അത് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പ്രത്യേകതയായി സഹീഹായ ഹദീസിൽ ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അതിന്റെ വേഗതയെക്കുറിച്ചാണ്. മനുഷ്യന് ഊഹിക്കാൻ കഴിയാത്തതാണ് അതിന്റെ വേഗത. അതെന്താണ് വേഗത? അതിന്റെ കണ്ണ് മരുഭൂമിയിൽ എവിടെയാണോ അതിന്റെ കണ്ണെത്തുന്നത് അവിടെയാണ് അതിന്റെ കാലെത്തുക. ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കരവാഹനമോ അല്ലെങ്കിൽ വേറെ ഏത് വാഹനമോ അക്കാലത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ബുറാഖ് എന്ന് പറയുന്ന വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്ത വാഹനമാണോ? അതല്ല അമ്പിയാക്കളിൽ മുൻഗാമികളായ പലരും ആ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതേക്കുറിച്ച് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്ന ചില വരികളുണ്ട്. ഇസ്റാ സംഭവമായി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെത്തി ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തെ അവിടെ ബന്ധിക്കിച്ചപ്പോൾ, അതിനെ കെട്ടിയിട്ടപ്പോൾ, എവിടെ കെട്ടിയിട്ടത്? അവിടെ അമ്പിയാക്കൾ അതിനെ ബന്ധിക്കുന്ന സ്ഥലത്ത് എന്നൊരു പ്രയോഗം അവിടെ കാണാം. കണ്ടോ? അമ്പിയാക്കൾ അതിനെ ബന്ധിക്കുന്ന സ്ഥലത്താണ്. കാനത്തിൽ അംബിയാ തുർബിത്തുഹു, അമ്പിയാക്കൾ അതിനെ ബന്ധിക്കുന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതിനെ കെട്ടിയത് എന്ന് കാണാം. അപ്പൊ അമ്പിയാക്കൾ നേരത്തെ ഉപയോഗിച്ച വാഹനമാണ് ബുറാഖ് എന്നതിലേക്ക് വ്യക്തമായ സൂചന ഈ വാക്കിലുണ്ട്, ഈ വചനത്തിലുണ്ട്. അപ്പോ മഹാന്മാര് പറഞ്ഞു, ശരിയാണ്, ബുറാഖ് എന്ന വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് പല അമ്പിയാക്കളും ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വന്നിരുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയെ കൊണ്ടുവന്നിരുന്നത് ബുറാഖ് എന്ന മൃഗത്തിന്റെ മുകളിലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മക്കയിൽ താമസിക്കുമ്പോൾ അവരെ കാണാൻ ഇടയ്ക്കിടെ വന്നിരുന്നത് ബുറാഖ് എന്ന ഇത്രയും വേഗതയുള്ള മൃഗത്തിന്റെ പുറത്താണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പലപ്പോഴും ഹജ്ജിന് പോയിട്ടുള്ളത് ബുറാഖിന്റെ പുറത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ബുറാഖ് എന്ന് പറയുന്ന വാഹനം നേരത്തെ അമ്പിയാക്കൾ ഉപയോഗിച്ച വാഹനമായിരുന്നു. ആ വാഹനം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോകാൻ വേണ്ടി അള്ളാഹു സജ്ജമാക്കി. ആ വാഹനത്തിന്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി. അങ്ങനെ ആ വാഹനം പോവുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. റിപ്പോർട്ടുകളിൽ പലതിലും ചിലപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ കൂടെ വാഹനപ്പുറത്തിരിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകളിലും, അതേ സ്ഥാനത്ത് വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് നടക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ ജംഅ് ചെയ്യുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചില സമയത്ത് അതിന്റെ കൂടെ ഇരിക്കുകയും മറ്റു ചില സമയത്ത് കടിഞ്ഞാൻ പിടിച്ച് നടക്കുകയും ചെയ്യുന്ന രീതിയാകാം. എങ്ങനെയായാലും ആ ബുറാഖ് എന്ന അത്ഭുതകരമായ വാഹനത്തിന്റെ പുറത്ത് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാണ്. എങ്ങോട്ടാ പോണത്? ഫലസ്തീനിലേക്ക് പോവുകയാണ്. സാധാരണഗതിയിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന ഫലസ്തീനിലേക്ക് എത്തണമെങ്കിൽ 40 ദിവസത്തോളം യാത്ര ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പലവരും പറഞ്ഞു. ആ ഫലസ്തീനിലേക്കാണ് പോകുന്നത്. പക്ഷെ ഫലസ്തീനിലേക്ക് പോകുന്നത് പകലല്ല, രാത്രിയാണ്. രാത്രി എന്ന് പറയുന്നത് മഗ്രിബ് മുതൽ സുബ്ഹി വരെയുള്ള സമയമാണ്.
ഇവിടെ രാത്രിയുടെ ആദ്യ ഭാഗത്തല്ല പോയത്, പിന്നെ രാത്രി കുറച്ചങ്ങ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഇശാഇന്റെ സമയമൊക്കെ ഇശാ നിസ്കരിക്കുന്ന സമയമൊക്കെ അങ്ങ് കഴിഞ്ഞതിന്റെ ശേഷം. അതുകൊണ്ടാണ് അല്ലാഹു തആല അസ്റ എന്ന് പ്രയോഗിച്ചത് എന്ന് കാണാം. കാരണം ഇസ്രാ എന്ന് പ്രയോഗിക്കാറുള്ളത് രാത്രിയുടെ അല്പഭാഗം കഴിഞ്ഞ് നടക്കുന്ന സഞ്ചാരത്തെക്കുറിച്ചാണ്. രാത്രിയുടെ ആദ്യത്തിൽ നടക്കുന്ന സഞ്ചാരത്തെക്കുറിച്ചാണെങ്കിൽ ഇദ്ലാജ് എന്നാണ് പ്രയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര തുടങ്ങിയത് രാത്രിയുടെ തുടക്കത്തിലായിരുന്നില്ല. അത് ഈ ഹദീസിന്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടല്ലോ. ഉറങ്ങുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിളിച്ചു. അപ്പൊ ഉറങ്ങണ നേരായതിന്റെ ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. ആ യാത്ര ആരംഭിച്ചു. പക്ഷേ ആരംഭിക്കുമ്പോ യാത്രയുടെ ലക്ഷ്യം സാധാരണ യാത്രയിൽ 40 ദിവസത്തോളം വഴിദൂരമുള്ള ഒരു സ്ഥലമാണ് ലക്ഷ്യം, ഫലസ്തീനാണ്. അങ്ങോട്ടാ പോണത്. ആ ഫലസ്തീനിലേക്ക് പെട്ടെന്ന് പോയി, വളരെ പെട്ടെന്ന് എത്തി. പക്ഷെ ആ പോകുന്നതിന്റെ ഇടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും വിശ്രമിച്ചോ, എവിടെയെങ്കിലും ഇറങ്ങിയോ? ആ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല സ്റ്റോപ്പും ഉണ്ടായിരുന്നോ? അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാണാം, പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ യാത്രക്കിടയിൽ 4 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഒന്നാമത്തെ സ്റ്റോപ്പ് യാത്ര മദീന വഴിയാണ്. ഒന്നാമത്തെ സ്റ്റോപ്പ് മദീനയിലാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കണ്ടിട്ടില്ല. ഹിജ്റ പോകുന്നതിന്റെ 1 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ആ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ പോകുന്നത് മദീന വഴിയാണ്. കുറെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ തങ്ങൾ ഇറങ്ങൂ, ഇവിടെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ വെച്ച് നിസ്കരിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഇതേതാ സ്ഥലം നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിയോട് വിശദീകരിച്ചു കൊടുത്തു, ഹാദിഹി തൈബ, ഇത് തൈബയാണ്. എങ്ങനെയുള്ള തൈബ? മുഹാജറുക, തങ്ങൾക്ക് ഹിജ്റ വരേണ്ട നാടാകുന്ന തൈബയാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു. വേറെ ചില റിപ്പോർട്ടുകളിൽ തൈബ എന്നത് മദീനയുടെ ഒരു പേരാണ്. അതിന് പകരം യസ്രിബ് എന്ന് പ്രയോഗിച്ചത് കാണാം. മദീനക്ക് അന്ന് കൂടുതലായും മദീനയെ വിളിച്ചു വരാറുള്ള പേരാണ് യസ്രിബ്. അപ്പൊ ഇത് യസ്രിബാണ്, തങ്ങൾക്ക് ഹിജ്റ വരാനുള്ള നാടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ആ പ്രദേശത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഈത്തപ്പനകൾ തിങ്ങി നിറഞ്ഞ നാട് എന്നാണ്. ആ നാട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അനുമതി പ്രകാരം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. എങ്ങോട്ടാ ഇനി പോകുന്നത്? ലക്ഷ്യം ഫലസ്തീനിലാണ്. വല്ല സ്റ്റോപ്പ് ഇനി ഉണ്ടോ? കുറച്ചങ്ങോട്ട് എന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇവിടെ ഇറങ്ങൂ, നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി നിസ്കരിച്ചു. ഏതാ സ്ഥലം എന്ന് ചോദിച്ചു. ഇത് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാടായ മദിയനാണെന്ന് പറഞ്ഞു. ആ മദിയനിൽ വെച്ച് നിസ്കരിച്ചു. വീണ്ടും പോയി. കുറച്ചങ്ങോട്ട് എന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി നിസ്കരിച്ചു. ഇതേതാ സ്ഥലം? അപ്പോഴാ പറഞ്ഞത് ഹാദാ തൂരിസീന, ഇത് തൂരിസീന മലയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് കൊടുത്ത സ്ഥലം. ആ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാൻ പറഞ്ഞു. അവിടുന്ന് നിസ്കരിച്ചു. ആ നിസ്കാരവും കഴിഞ്ഞ് 3ാമത്തെ സ്റ്റോപ്പും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആവശ്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഇറങ്ങി. ആ ഇറങ്ങിയ സ്ഥലം ഹാദാ ബൈത്തുൽ ലഹം ഹൈതു വലിദ ഈസ അലൈഹിസ്സലാം. അവിടുന്ന് നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ആ സ്ഥലം പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ബൈത്ത് ലഹം എന്ന് പറയുന്ന, ബെത്ലഹം എന്നിപ്പോ നമ്മൾ വിളിക്കണേ, ബൈത്ത് ലഹം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അങ്ങനെ ഈസാ നബി ജനിച്ച സ്ഥലം, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയ സ്ഥലം, ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാടാകുന്ന മദിയൻ, അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള മദീന. ഈ 4 സ്റ്റോപ്പുകളിലും ഇറങ്ങി നിസ്കരിച്ചതിന്റെ ശേഷമാണ് 5ാമത്തെ സ്റ്റോപ്പാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. കണ്ട, മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. മസ്ജിദുൽ അഖ്സക്ക് എന്താ പ്രത്യേകത? അത് വേണമല്ലോ പരിശോധിക്കുക. ഇപ്പോൾ നിസ്കരിച്ച സ്ഥലങ്ങൾക്ക് എന്താ പ്രത്യേകത? ഇപ്പോൾ നിസ്കരിച്ച സ്ഥലങ്ങൾക്ക് പലതിനും പല പ്രത്യേകതയുമുണ്ട്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ ഇനി മസ്ജിദുൽ അഖ്സക്ക് എന്താ പ്രത്യേകത? ആ പ്രത്യേകത വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ബാറക്നാ ഹൗലഹു. അതാണ് മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്നാണ്. എന്താണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്ത്? ഇമാം റാസിയുടെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് 2 രീതിയിലുള്ള ബറക്കത്താണുള്ളത്. ഒന്ന്,
സിമാരി വൽ അസ്ഹാരി, അവിടെ ധാരാളം പഴവർഗ്ഗങ്ങളും അതുപോലെ എമ്പാടും പുഷ്പങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. രണ്ടാമതൊന്ന് പറഞ്ഞിട്ടുള്ളത് ഖീല ലിഅന്നഹു മഖറുൽ അംബിയാഇ വ മഹബ്ബത്തുൽ മലായിക, അത് അംബിയാക്കൾ താമസിക്കുന്ന സ്ഥലമാണ്, മലായികത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാണ് ആ പ്രദേശത്തിന്റെ ബറക്കത്ത്. അപ്പോൾ ഈസാ നബി എന്ന നബി ജനിച്ച സ്ഥലം അത് അംബിയാവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം താമസിച്ച സ്ഥലം അത് അംബിയാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് കിട്ടിയ സ്ഥലം അത് അംബിയാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സ്ഥലം അതും അംബിയാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പൊ പോകുന്ന വഴിയിൽ ഇറങ്ങി നിസ്കരിച്ചത് എവിടെയാണോ അതൊക്കെ അംബിയാക്കളുടെ ബന്ധം കൊണ്ട് ബറക്കത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥലമാകുന്ന മസ്ജിദുൽ അഖ്സയാകട്ടെ അത് ബാറക്നാ ഹൗലുഹു എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ അംബിയാക്കളിൽ വലിയൊരു വിഭാഗത്തിന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന ധാരാളം അംബിയാക്കൾ സന്ദർശിച്ചിട്ടുള്ള ഒരു മഹത്തായ സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. അപ്പൊ അംബിയാഇന്റെ വരവും പോക്കുമുണ്ടായ സ്ഥലം, അംബിയാഇന്റെ ഖബറുകളുള്ള സ്ഥലം, ആ അംബിയാഇന്റെ താമസ സ്ഥലമായതുകൊണ്ട് തന്നെ മലക്കുകൾ കൂടുതലായി വർഷിക്കുന്ന സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൊണ്ടുപോവുകയാണ്. ഇവിടെ നമ്മൾ ഈ യാത്രയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി കാണാം. അതിന്റെ മുമ്പ് ഒരു കാര്യം ഞാൻ പറയുന്നത്, മക്കയിൽ നിന്ന് നേരെ ആകാശത്തിലേക്ക് പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ആകാശത്തേക്ക് പോയത് എന്തിനാ? ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി ചിന്തിക്കുന്നവർക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് കിട്ടും. ഒരു പ്രധാനപ്പെട്ട യാത്രക്ക് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വഴി കണ്ടെത്തി നേരിലങ്ങോട്ട് കയറാതെ ആ പോകുന്ന വഴിക്ക് തന്റെ മുൻഗാമികളായ അംബിയാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ സന്ദർശിക്കുകയും അവരുമായി ബന്ധം പുതുക്കുകയും ചെയ്യുന്നത് യാത്രയുടെ പ്രധാനപ്പെട്ട അദബുകളിലൊന്നാണ് എന്ന് തുല്യതയില്ലാത്ത യാത്രയാകുന്ന ഇസ്രാ മിഅ്റാജ് സംഭവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിക്കുകയായിരുന്നു. അതതിന്റെ ഒരു കാരണമാണ്. ആ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുറെ സിയാറത്തൊക്കെ ഉണ്ട് അവിടെ. ആ സിയാറത്തിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. എവിടെയാണ് സിയാറത്ത് ചെയ്യുന്നത്? ബറക്കത്തുള്ള സ്ഥലങ്ങളെ. എന്ത് ബറക്കത്താണ് ആ സ്ഥലങ്ങൾക്കുള്ളത്? പല രീതിയിലുള്ള ബറക്കത്തുണ്ട്. മൂസാ നബിയുടെ ബറക്കത്തുണ്ട്, ഈസാ നബിയുടെ ബറക്കത്തുണ്ട്, ഷുഐബ് നബിയുടെ ബറക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാനുള്ള നാട് എന്ന ബറക്കത്ത് തന്നെയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ തിരുശരീരം ഖിയാമത്ത് നാൾ വരെ കിടക്കാനുള്ള സ്ഥലം എന്ന ബറക്കത്തുണ്ട്. ഈ ബറക്കത്തുകളൊക്കെ ഉള്ള നാടുകളിൽ ഇറങ്ങി അവിടുത്തെ ബറക്കത്തുകളൊക്കെ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് മസ്ജിദുൽ അഖ്സയ്ക്ക. അവിടെയാണെങ്കിലോ ബറക്കത്തോണ്ട് 5 കളിയാ. അതാണ് അല്ലാഹു ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞത്. എന്താണ് മസ്ജിദുൽ അഖ്സന്റെ ബറക്കത്ത്? ഞാൻ നേരത്തെ വിശദീകരിച്ചു. അവിടെ അമ്പിയാക്കൾ ധാരാളം ഉണ്ട്. ഈ അമ്പിയാക്കളുടെ ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അമ്പിയാക്കളെ ഖബറിൽ കണ്ടു. അപ്പോഴാ പറഞ്ഞത് റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരി, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ? മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എവിടെ കണ്ടത്? ഖബറിൽ. എന്താ മൂസാ നബി ചെയ്യുന്നത്? നിസ്കരിക്കുകയാണ്. എങ്ങനെ നിസ്കരിക്കുന്നത്? എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ്. അപ്പോ ചില ആളുകൾ ചിന്തിക്കും, എങ്ങനെ ഇതൊക്കെ നടക്കാൻ? അത് എങ്ങനെ നടക്കുക എന്ന് ചിന്തിക്കുമ്പോ ഖബറിന്റെ ഉള്ളിലേക്ക് പോണ്ട, ഇസ്രാ മിഅ്റാജ് എന്ന സംഭവത്തിലേക്ക് മൊത്തം വന്നാൽ തന്നെ ഇത് എങ്ങനെ നടക്കുക എന്ന് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുണ്ട്. പക്ഷെ എങ്ങനെ നടക്കുക എന്ന രഹസ്യം സ്വന്തം ബുദ്ധി കൊണ്ട് തെളിഞ്ഞെങ്കിലേ, ബോധ്യപ്പെട്ടെങ്കിലേ അതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ആളുകളിൽ പലരുമാണ് ഇസ്രാ മിഅ്റാജ് സംഭവം കേവലം സ്വപ്നമാണ് എന്ന് പറഞ്ഞതിനെ നിസ്സാരവൽക്കരിച്ചത്. ഇതിന് മുൻപന്തിയിൽ നിന്ന് മുഅ്തസിലികളാണ്. ഖവാരിജുകളും മുഅ്തസിലികളും ഒക്കെയാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം, ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം കേവലം സ്വപ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാനും കൊച്ചാക്കാനും ശ്രമം നടത്തിയത്. അതിനവരെ പ്രേരിപ്പിച്ചതെന്താ? അവരുടെ യുക്തിവാദമാണ്.
അവരുടെ യുക്തി എന്താ? ഇത്രയും വഴി ദൂരത്തേക്ക് എങ്ങനെ ഇത്ര മിനിറ്റ് കൊണ്ട് എത്തുമെന്നതാണ് അവരുടെ ചോദ്യം. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞ മറുപടി? ഒറ്റ മറുപടിയേനുള്ളൂ. അതിനെന്താ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് അതിന്റെ മറുപടി. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിനതിന് കഴിയും. അതാണ് അതിന്റെ മറുപടി. അള്ളാഹുവിന്റെ കഴിവിൽ സംശയിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആ സംശയത്തിന് വേണ്ടി യുക്തിവാദത്തെ ഉപയോഗപ്പെടുത്തിയവരാണ് പണ്ടുള്ള പുത്തൻവാദികളും ഇന്ന് നിലവിലുള്ള പുത്തൻവാദികളും. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിലെ വഹാബികൾ അടക്കം പറഞ്ഞിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് അത് ശാരീരികമായ ഒരു പ്രയാണമായിരുന്നില്ല, നേരെ മറിച്ച് അത് ഉറക്കത്തിൽ കണ്ടത് മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. അത് സ്വപ്നമാണത്രേ. ഏതോ ആവട്ടെ, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു മക്കയിൽ നിന്ന് നേരെ വാനലോകത്തേക്ക് കൊണ്ടുപോകാതെ എന്തിനാണ് ഒരു മാസത്തെ വഴി ദൂരമുള്ള ഫലസ്തീനിലേക്ക് കൊണ്ടുപോയത്? ഒരു രഹസ്യം അതിൻ്റേത് പറഞ്ഞു. ഇനി അതിന് വേറെ വല്ല രഹസ്യവുമുണ്ടോ? ഫലസ്തീനിലേക്ക് കൊണ്ടുപോയതിന് വേറെയും രഹസ്യങ്ങൾ ഇതിനുണ്ടെന്ന് കാണാം. ആ രഹസ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. ആണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ ഹബീബ് കണ്ട അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. അത് മിഅ്റാജ് എന്ന് പറയുന്ന വാന യാത്രക്ക് മുമ്പ് ഇസ്രാ എന്ന് പറയുന്ന കരയിലെ സഞ്ചാരത്തിൽ തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള തന്റെ യാത്രക്കിടയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടു. ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ചിലതാണ് മക്കക്കാരായ ചില ആളുകൾ ആ വഴിക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടായിരുന്നു. ഈ കച്ചവടത്തിന് പോകുന്ന ആളുകൾ മിഅ്റാജ് സംഭവം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മക്കയിലേക്ക് വരുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് വഴിയിൽ വെച്ച് അവരെ കാണുന്നത്. അവരെ കണ്ടപ്പോ റസൂലുള്ളാഹി സലാം പറഞ്ഞു അവരോട്. സലാം പറഞ്ഞപ്പോ അവർക്ക് തോന്നി, ആഹാ, ഇത് മുഹമ്മദിന്റെ ശബ്ദമാണല്ലോ എന്ന് തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോന്ന് ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതത്തെക്കുറിച്ച് മക്കക്കാരോട് പറഞ്ഞപ്പോ നിങ്ങൾ ഫലസ്തീനിൽ പോയി വരിക എന്നല്ലേ പറഞ്ഞത്? ആ വഴി ഞങ്ങളൊരു സംഘം ഇവിടെ എത്തുന്നു ചോദിച്ചു. അവരുടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന അകലം കണക്ക് കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദിവസം ഉച്ച സമയത്ത് അവരോട് എത്തുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ആ സമയത്ത് തന്നെ അവരോട് എത്തി. അപ്പൊ ആകാശലോകത്തെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ ആകാശലോകത്ത് നിന്നാണല്ലോ സാധാരണ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്, വഹ്യ് വരാറുള്ളത് അവിടെ നിന്നാണ്. അപ്പൊ ആകാശത്ത് നിന്ന് പലതും ലഭിക്കുന്നുണ്ടെന്നും ആകാശവുമായി പല രീതിയിലുള്ള ബന്ധമുണ്ടെന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ അതിനെ ഗണ്ണിക്കാനോ എതിർക്കാനോ അല്ലെങ്കിൽ അത് കള്ളമാണെന്ന് ഒറ്റയടിക്ക് പറയുക എന്നല്ലാതെ അവിടുത്തെ അടയാളങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അത് കള്ളമാണെന്ന് ഉറപ്പിച്ചു പറയാനോ മുശ്രിക്കീങ്ങൾക്ക് ചാൻസ് ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ആ മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ, അവിശ്വാസികളുടെ മുമ്പിൽ ഭൂമിയിലൂടെ ഇത്ര ദൂരം യാത്ര ചെയ്തപ്പോൾ ആ ഭൂമി അവർക്ക് പരിചയമുണ്ട്. അതവരുടെ കച്ചവടത്തിന് പോകുന്ന വഴിയാണ്. അത് ഫലസ്തീനിലേക്കാണ് പോണത്. ആ ഫലസ്തീനിലെ പള്ളി കണ്ടവരും കൂട്ടത്തിലുണ്ട്. ആ ആളുകൾക്ക് ഇത്ര അകലം പോയി ഇന്നലെ രാത്രി ഇവിടുന്ന് പോയിട്ട് സുബൈന്റെ മുമ്പ് തിരിച്ചെത്തി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ ഒരു ചാൻസ് കിട്ടി. ആകാശത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ചാൻസ് കിട്ടൂല. കാരണം ആകാശത്തിൽ ഇവർക്ക് ചോദിക്കാൻ അടയാളങ്ങളൊന്നുമില്ല. ഭൂമിയിലായതുകൊണ്ട് ഇവർക്ക് അടയാളങ്ങളുണ്ട്. ഒരു അടയാളങ്ങൾ ചോദിച്ചു. ആ അടയാളങ്ങളുടെ കൂട്ടത്തിൽ മസ്ജിദുൽ അഖ്സക്ക് ബൈത്തുൽ മുഖദ്ദസിന് എത്ര വാതിലുണ്ട് എന്ന് ചോദിച്ചു. മസ്ജിദുൽ അഖ്സക്ക് എത്ര വാതിലുണ്ട്? നമ്മൾ ദിവസവും 5 നേരം നിസ്കരിക്കാൻ പോണ പള്ളിക്ക് എത്ര വാതിലുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കിട്ടുമോ? ആ പള്ളിയിൽ എത്ര ഫാൻ ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ കിട്ടുമോ? എത്ര ജനവാതിലുണ്ട് എന്ന് വെച്ചാൽ പറയാൻ കിട്ടുമോ? കാരണം വാതിലും ജനാലും എണ്ണാനാണോ പള്ളിയിൽ പോണത്? അല്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല നേരെ മസ്ജിദുൽ അഖ്സ കാണിച്ചു കൊടുത്തു ആണ് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിയിൽ വെച്ച് കണ്ട ചില അത്ഭുതങ്ങളെ ആ യാത്രാ സംഘങ്ങളടക്കമുള്ള ആളുകളെ, അത്ഭുതങ്ങളല്ല യാത്രാ സംഘങ്ങളടക്കമുള്ള ആളുകളെ മക്കക്കാർക്ക് ചോദിക്കാൻ പറ്റിയ ചില അടയാളങ്ങളായിരുന്നു. ആ അടയാളങ്ങൾ റസൂലുള്ളാഹി വഴിയിൽ വെച്ച് കണ്ടതുകൊണ്ട് അവരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാനും അത് ശരിക്ക് പുലർന്നു കാണാനും സാധിച്ചു എന്നത് ഇസ്രാഇന്റെ ഒരു രഹസ്യമാണ്.
മിഅ്റാജ് മാത്രമായിരുന്നെങ്കിൽ അത് സാധിക്കില്ല. ഇതിനാകണം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഫായിദകൾ ഞാനിപ്പോൾ പറഞ്ഞു. ഈ രണ്ട് ഫായിദകൾക്കായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്. മാത്രമല്ല, ഈ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള കരയാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ചില അത്ഭുതങ്ങളും കണ്ടു. അതിലൊന്ന്, അള്ളാഹുവിന്റെ ഹബീബ് നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സാധനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. വഴിയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് അകന്നു നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ വിളിക്കുന്നു. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നടക്കൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വൃദ്ധയെ കണ്ടു. അവർ റസൂലുള്ളാഹി ഇതെന്താന്ന് ചോദിച്ചു. അവിടെയും നടക്കാൻ പറഞ്ഞു. പിന്നെ ഒരു വിഭാഗം, ഒരു കൂട്ടം, രണ്ടിലധികമുള്ളവർക്കാണ് ഒരു കൂട്ടം എന്ന് പറയുന്നത്, കുറച്ചാളുകളുടെ അരികിലൂടെ നടന്നുപോയി. അവർ നബിയോട് സലാം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം മടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് വഴിയുടെ ഓരത്തേക്ക് തെറ്റി നിന്ന് നിങ്ങളെ വിളിച്ചൊരാളുണ്ടല്ലോ, അതാരാന്നറിയോ? അത് ഇബ്ലീസാണ്. വഴിയുടെ ഓരത്തേക്ക് തെറ്റി നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ഇബ്ലീസാണ്. പിന്നെ പറഞ്ഞു, നിങ്ങളൊരു വൃദ്ധയെ കണ്ടില്ലേ, ആ വൃദ്ധ ദുനിയാവാണ്, അത് ദുനിയാവാണ്. കുറെ ആളുകൾ നിങ്ങൾക്ക് സലാം പറഞ്ഞില്ലേ, ആ സലാം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ വഴിയിൽ നിന്ന് തെറ്റി നിന്ന് മാടി വിളിക്കുന്ന പണിയാണ് പിശാചിനുള്ളത്. അത് കുറെ വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. മാത്രമല്ല, ദുനിയാവ് ഒരു വൃദ്ധയാണ്. ഇതിന് പ്രായമായിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്. ആ വൃദ്ധയുടെ സ്വഭാവമാണ് ദുനിയാവിനുള്ളത്. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് ഒരു ചിത്രീകരണത്തിന്റെ രീതിയിൽ തന്റെ യാത്രയിലൂടെ കൺമുമ്പിൽ ഇങ്ങനെ നേരിട്ട് കാണാൻ. മാത്രമല്ല, ഇസ്രാഇന്റെ യാത്രയിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കണ്ടു? ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മർറ ബിഖൗമിൻ യസ്റഊന വയഹ്സുദൂൻ കുല്ലമാ ഹസദു ആദ കമാ കാൻ. കണ്ടോ, റസൂലുള്ളാഹി തങ്ങൾ കുറച്ചാളുകളുടെ അരികിലൂടെ നടന്നു പോകാൻ. എന്താണ് ആളുകളുടെ പണി? അവർ കർഷകരാണ്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആ കൃഷി വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ് കാണുന്നത്. ആ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന കൃഷി അവര് വിളവെടുത്ത് തിരിയുമ്പോഴേക്കോ ഉടനെ തന്നെ വീണ്ടും അതിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നു. രണ്ടാമതും വിളവെടുപ്പ് നടക്കുന്നു. അങ്ങനെ വിളവെടുക്കുമ്പോഴേക്ക് കൃഷിയിടം നിറഞ്ഞു നിൽക്കുകയാണ്, വിളവ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതിങ്ങനെ കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശുദ്ധ എന്താന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലാഇ അൽ മുജാഹിദൂൻ, ഇത് മുജാഹിദീങ്ങളാണ് എന്ന് പറഞ്ഞു. ഏത് നമ്മളെ മറ്റേ സാധനമല്ല കേട്ടോ, ഞങ്ങനെ മനസ്സിലാക്കണ്ട. ഹൗലാഇ അൽ മുജാഹിദൂൻ, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു. എന്തേ ജിഹാദ് നടത്തുന്നവരെ കുറിച്ച് ഇങ്ങനെ കാണാൻ? അതിന് കാരണമുണ്ട്. ജിഹാദ് നടത്തുന്ന ആളുകൾക്ക് കിട്ടുന്ന വിളവ് അവസാനിക്കുന്നില്ല. അതാണ് മുജാഹിദുകളുടെ വിളവെടുപ്പ് അവസാനിക്കുന്നില്ല. അവരാ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ പ്രതിഫലം എന്നും അവരിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ രീതിയിൽ അവരെ കാണാൻ കഴിഞ്ഞത്. ഞാൻ ചുരുക്കി പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ആ യാത്രയിൽ കണ്ടതെന്താ? വമർറ ബിഖൗമിൻ തുർലഖു റൂസുഹും ബിസ്സഖരി കമാ റുലിഖത് ആദത് കുല്ലമാ റുലിഖത് ആദത് ഖാല ഹൗലാഇ അല്ലദീന തസാക്കല റൂസുഹും അനിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കണ്ടത് വേറെ കുറെ ആളുകൾ. എന്താ പോലെ പണി എന്നറിയങ്ങള്? അവരുടെ തലകൾ പാറക്കല്ലുകൊണ്ട് പൊട്ടിക്കപ്പെടുകയാണ്. കുറെ ആളുകൾ ഇങ്ങനെ കിടത്തിയിട്ട് വലിയ പാറക്കല്ല്, വലിയ ബോളർ ഉപയോഗിച്ച് അവരുടെ തലയിലേക്ക് എറിഞ്ഞ് ആ തല പൊട്ടുകയാണ്. ആ പൊട്ടുന്ന തല അല്പം കഴിയുമ്പോൾ ആ തല വീണ്ടും കൂടി യാതൊരു പ്രശ്നമില്ലാതെ രണ്ടാമത് കൂടി ഒരു നല്ല തലയായി മാറുകയാണ്. ഈ നല്ല തലയെ വീണ്ടും ഇതെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ തല ബോളർ വെച്ച് പൊട്ടിക്കുന്നത് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ഇതാരാ?
അപ്പോഴാണ് പറഞ്ഞ മറുപടി ഹൗലാഇ, ഈ കൂട്ടർ, അല്ലദീന തസാഖലു റൂസുഹും അനിസ്സലാ, നിസ്കാരത്തിന് തലഭാരമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ നിസ്കരിക്കാൻ ഇങ്ങോട്ട് തല പൊന്തൂലാൻ. കണ്ടോ, നിസ്കരിക്കാൻ തല പൊന്തൂല. നിസ്കാരത്തിന്റെ സമയമായാൽ അങ്ങനെ കിടക്കന്നെ, എഴുന്നേൽക്കൂല, നിസ്കരിക്കൂല, നിസ്കരിക്കാൻ തല പൊന്തൂല, അല്ലെങ്കിൽ നിസ്കരിക്കാൻ വരൂല, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യൂല. ഇങ്ങനെയുള്ള ആളുകൾ, നിസ്കരിക്കാൻ തല പൊന്താത്തവർ, അവർക്ക് പരലോകത്ത് കിട്ടുന്ന ശിക്ഷയുടെ ഒരു ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാഇന്റെ പ്രയാണത്തിൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് അവിടെ കണ്ടത്? ഇവരെ തല കല്ലുകൊണ്ട്, ബോളർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുക. ആ പൊട്ടിച്ച തല പൊട്ടിയങ്ങ് തീർന്നു മരിച്ചു പോകല്ല, ആ തല രണ്ടാമത് കൂടുകയാണ്, വീണ്ടും അതിനെ ബോളർ കൊണ്ട് പൊട്ടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് കണ്ട കാഴ്ച. പിന്നെയും നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. ആ നടത്തത്തിൽ കണ്ടു, വമർറ ബിഖൗമിൻ അലാ ഔറാത്തിഹിം ലിഖാഉൻ യസ്റഹൂന കൽ അൻആം ഖാല ഹൗലാഇ അല്ലദീന ലാ യുഅദ്ദൂന അസ്സകാത്ത്. മൃഗങ്ങളെപ്പോലെ ഔറത്തിന്റെ മേൽ ചെറിയ വസ്ത്രക്കഷ്ണം മാത്രം ധരിച്ച് നാൽക്കാലികളെപ്പോലെ നടക്കുന്ന ചില ആളുകളെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ? ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മറുപടി, ഹൗലാഇ അല്ലദീന ലാ യുഅദ്ദൂന സകാത്ത് കൊടുക്കാത്തവരാണ്. കണ്ടോ, സകാത്ത് കൊടുക്കാത്തവരാണ്. സകാത്ത് കൊടുക്കാതെ സംഭരിച്ച് വെച്ച് അവസാനം അവനുണ്ടാകുന്ന ഗതി ഉടുക്കാതെ നടക്കേണ്ട ഗതിയിലേക്ക് അവൻ എത്തുമെന്ന് അല്ലാഹു തആല നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാഇന്റെ രാത്രിയിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചുരുക്കി പറയാ, വമർറ ബിഖൗമിൻ യഅകുലൂന ലഹ്മൻ നയ്യിഅൻ ഖബീസൻ വയദ്ഊന ലഹ്മൻ നളീജൻ തയ്യിബ. പിന്നെ കണ്ടതെന്താ? വേറെ ചില ആൾക്കാർ അവര് ഇറച്ചി തിന്നുന്നുണ്ട്, മാംസം കഴിക്കുന്നുണ്ട്. പക്ഷെ മാംസം കഴിക്കുന്ന അവരുടെ പ്രത്യേകത എന്താ? സാധാരണ നല്ല മാംസം കിട്ടിയാൽ അതാണ് എല്ലാവരും കഴിക്കുക. ഇത് നല്ലതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് കേടുവന്ന മാംസമാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലത് അവിടെ ഉണ്ട്, പക്ഷെ ആ നല്ലത് അവർ കഴിക്കുന്നില്ല. അവർ കഴിക്കുന്നത് ചീഞ്ഞ മാംസമാണ്. ആ ചീഞ്ഞ മാംസം കഴിക്കുന്ന ആളുകളെ കണ്ടപ്പോ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹൗലാഇ സുനാത്ത്, ഇവര് വ്യഭിചാരികളാണ്. അല്ലാഹു തആല അനുവദിച്ച ഹലാലായത് ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് ഹറാമിന് വേണ്ടി നടക്കുന്ന ആളുകൾ, ആ ഹറാമിന് വേണ്ടി നടക്കുന്ന ആളുകളുടെ ഉപമയാണിത്. അവര് കണ്ടോ, നല്ല മാംസം മാറ്റിവെച്ചിട്ട് ചീഞ്ഞ മാംസം കഴിക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെയും നോക്കൂ, വമർറ ബിറജുലിൻ ജമഅ ഹുസ്മത ഹതബിൻ ലാ യസ്തതിഉ ഹംലഹാ ثم هو يضم ഇലൈഹാ ഗൈറഹാ. പിന്നെ കണ്ടതെന്താ? ഒരു വിഭാഗം ആളുകൾ, അവരുടെ പണി എന്താ? അവര് വിറക് ശേഖരിക്കാൻ. ഈ വിറക് ശേഖരിച്ച് കുറെ വിറക് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയ വിറക് തലയിലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊന്തുന്നില്ല, അത് ഉയർത്താൻ സാധിക്കുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റുള്ള ഈ വിറക് കെട്ട് തലയിലേക്ക് ഉയർത്തി വെക്കാൻ കഴിയാതെ വരുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് എന്താ? ആ കെട്ടയച്ചിട്ട് അതിന് കുറച്ച് കൊള്ളിയെടുത്ത് പുറത്തേക്കിടും. അത് പുറത്തിട്ടിട്ട് ബാക്കിയുള്ളത് ഒന്ന് പൊക്കി വെക്കും. പക്ഷെ ഇവിടെ നേരെ എതിരാ ചെയ്യണത്. ഈ പൊങ്ങാത്ത വിറക് കെട്ടിലേക്ക് കെട്ടയച്ചിട്ട് വേറെ കുറച്ചും കൂടിയൊക്കെ എന്താക്കുകയാണ്? വെക്കുകയാണ്. വേറെ കുറച്ചും കൂടിയൊക്കെ വെക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടി അതിലേക്ക് വെച്ച് കിട്ടുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഹാദാ, ഇതെന്തപ്പി കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലദി ഇൻദഹുൽ അമാനത്തു ലാ യുഅദ്ദിഹ വഹുവ യത്ലുബു ഖറാ എന്ന് പറഞ്ഞു. ഇതാരറിയോ? ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്ത് അവന്റെ കയ്യിലുണ്ട്. ആ അമാനത്ത് വീട്ടാൻ, അത് നിർവഹിക്കാൻ അവന് സാധിക്കുന്നില്ല. അത് സാധിക്കാത്ത സമയത്ത് തന്നെ അവൻ വേറെ അമാനത്തുകൾ പിന്നെയും ഏറ്റെടുക്കുകയാണ്. നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ രീതിയാണ് ഈ കാണുന്നത്, അവന്റെ ഉപമയാണ് കാണുന്നത്. അവൻ നിലവിലുള്ള നേരത്തെ കെട്ടാക്കി വെച്ച വിറക് അത് തലയിൽ വെക്കാൻ പ്രയാസപ്പെടുമ്പോൾ തന്നെ ആ കെട്ടഴിച്ച് അതിലേക്ക് വേറെ കൂടുതൽ വെക്കുകയാണ്. ഇത് അമാനത്തുകൾ ദുനിയാവിൽ ഏറ്റെടുത്തിട്ട് അത് നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോ അങ്ങനത്തെ വ്യക്തി തന്നെ വേറെയും ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അതിന്റെ ഉപമയാണ് ഈ കാണുന്നത്. വമർറ ബിഖൗമിൻ തുഖറു അൽസിനതുഹും വശിഫാഹുൻ കുല്ലമാ ഖുരിലത് ആദത് ഖാല ഹൗലാഇ ഖുതബാഉൽ ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും കണ്ടു. എന്താ കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാൻ
എന്ത് ചില ആളുകൾ അവരുടെ രീതി എന്താ, അവരുടെ നാവും ചുണ്ടുകളും ഇങ്ങനെ കത്രി കൊണ്ട് കഷ്ണിക്കുകയാണ്. കത്രിക കൊണ്ട് അവരുടെ നാവും ചുണ്ടുകളും കഷ്ണിക്കുന്നു. ആ കഷ്ണിച്ച ചുണ്ടുകളും നാവുകളും നേരത്തെ തലയുടേത് പറഞ്ഞതുപോലെ ആ കഷ്ണിച്ചത് മുറിച്ചത് വീണ്ടും കൂടി പൂർവസ്ഥിതിയിലേക്കാകുന്നു, വീണ്ടും അത് മുറിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് കാണുകയാണ്. സ്വന്തം നാവ് കത്രിക വെച്ച് മുറിക്കുക, സ്വന്തം ചുണ്ട് കത്രിക വെച്ച് മുറിക്കുക, മുറിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത് കൂടുക, വീണ്ടും മുറിക്കുക. ഇതിങ്ങനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താ? അപ്പോഴാ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മറുപടി, ഹൗഉലാഇ ഖുതബാഉൽ ഫിത്ന, ഇത് ഫിത്ന പ്രസംഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. കണ്ടാ, ഫിത്ന പ്രസംഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴും നോക്കിയാൽ മറ്റുള്ള റൂമിലൊക്കെ ഫിത്ന പ്രസംഗിക്കണത് കാണാൻ നമുക്ക്. നമ്മൾ ഇസ്രാ മിഅ്റാജ് ഇവിടെ ചർച്ച ചെയ്യുമ്പോ ഇതേ സമയത്ത് തന്നെ വേറെ സ്ഥലത്ത് നോക്കിയാൽ അവിടെ ഫിത്ന പ്രസംഗിക്കുന്നത് കാണാം. ആ ഫിത്ന പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് എന്ത്? ആ ഫിത്ന പ്രസംഗിക്കുന്ന ആളുകൾ കത്രിക വെച്ച് ചുണ്ടും നാവും ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുമെന്ന് ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നേരിട്ടങ്ങ് കാണിച്ചു കൊടുക്കുക. കണ്ടോ? ഇനി നോക്കൂ നിങ്ങൾ ഒന്നുകൂടി. വമർറ ബിസൗരിൻ അലീമിൻ യഖ്റുജു മിൻ സഖബിൻ സഗീറിൻ യുരീദു അൻ യർജിഅ ഫലാ യസ്തതിഉ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല വണ്ണമുള്ള, വലുപ്പമുള്ള, നല്ല തടിയുള്ള ഒരു കാളയെ കണ്ടു. ഒരു കാള. എന്താണ് ആ കാള ചെയ്യുന്നത്? ആ കാള ഒരു ചെറിയ ഓട്ടയുടെ ഉള്ളിലേക്ക്, ഒരു ചെറിയ ദ്വാരത്തിലേക്ക് അങ്ങ് തലയിട്ടിരിക്കുകയാണ്. വലിയ വണ്ണുള്ളൊരു കാള ഒരു ചെറിയ ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് തലയിട്ടിരിക്കുന്നു. ആ ഇട്ട തല അങ്ങോട്ടുമില്ല പുറത്തേക്ക് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു, ഹാദർ റജുലു യതകല്ലമു ബിൽ കലിമത്തി ഫയന്ദമു ഫയുരീദു അൻ യറുദ്ദഹ ഫലാ യസ്തതിഉ. കണ്ടോ? എന്താ പറയുക? ഈ റജുൽ, ഈ മനുഷ്യൻ ആരാ? അയാൾ യതകല്ലമു ബിൽ കലിമ, ചിലപ്പോൾ അയാൾ ചിലത് സംസാരിക്കും, ചില കാര്യങ്ങൾ സംസാരിക്കും. ആ സംസാരിച്ചതിന്റെ പേരിൽ, പറഞ്ഞുപോയതിന്റെ പേരിൽ അയാൾ ദുഃഖിക്കും, ഖേദിക്കും. പടച്ചോനെ, ഞാൻ പറഞ്ഞുപോയല്ലോ, വേണ്ടില്ല ഇനി. അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യം വരുമ്പോ ഹീറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കാതെ പറയേണ്ടില്ലേനോ. അങ്ങനത്തെ ആളാപ്പം അവന്റേതാണ് ഈ കാണുന്നത്. എന്ത്? എടുത്തുചാട്ടത്തിന്റെ ആളുകൾ. ഈ ഓട്ടയിലേക്ക് തലയിട്ടിക്കാണ് കാള. അത് പുറത്തേക്കില്ല, അകത്തേക്കില്ല, ഇട്ടതെല്ലാം കൊണ്ട് എടുക്കാൻ വയ്യ, അങ്ങനെ നിൽക്കുകയാണ്. ഈ രീതിയിൽ ആ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ കുടുങ്ങിയവൻ. അപ്പൊ നാവ് പ്രയോഗിക്കുമ്പോ സൂക്ഷിച്ച് പ്രയോഗിക്കാതെ, ചിന്തിച്ച് പ്രയോഗിക്കാതെ എടുത്തു ചാടി പ്രയോഗിച്ചവനുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കാഴ്ച പഠിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് കുറെ കാര്യങ്ങൾ കണ്ടു. മറ്റു ചില റിവായത്തുകളിൽ വേറെയും ചിലത് കാണാം. വഫീഹി സുമ്മ മർറ ബിഖൗമിൻ ബുതൂറുഹും അംസാലുൽ ബുയൂതി കുല്ലമാ നഹല അഹദുഹും ഖറ വഅന്ന ജിബ്രീല ഖാല ലഹു ഹും ആകിലുർ റിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു, വേറെ കുറെ ആളുകൾ നല്ല കുടവയറന്മാരാണ്. വയറിന്റെ വലിപ്പം തന്നെ ഹദീസിൽ പറഞ്ഞത് അംസാലിൽ ബുയൂതി, വീടുകൾക്ക് അല്ലെങ്കിൽ വലിയ റൂമുകൾക്ക് സമാനമായ വയറുന. ആ വയറ് ഇങ്ങനെ കണ്ടാല് ആ വയറിന്റെ വലിപ്പാണ് ഈ പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ചെറിയൊരു പൊരന്റെ വലിപ്പം ഒരു വയറിനുണ്ട്. അങ്ങനെ വലിയ വലിയ കൊടവയറന്മാരായ ആൾക്കാർ. ഈ കൊടവയറുള്ള ആളുകൾ ഇരിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ വിചാരിച്ചാൽ എഴുന്നേറ്റിക്കാൻ കഴിയില്ല. എഴുന്നേൽക്കുമ്പോഴേക്കും മറിഞ്ഞു വീണുപോകും. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു. അവരാരാന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾക്ക് മറുപടി കിട്ടി, ഹും ആകിലുർ റിബാ, അവർ പലിശ തിന്നുന്നവരാണ്, പലിശ വാങ്ങുന്നവരാണ്, പലിശ ഉപയോഗിക്കുന്നവരാണ്, പലിശ കൊണ്ട് ജീവിക്കുന്നവരാണ്. പലിശ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വരാൻ പോണ ഗതിയാ ഈ ഹറാമ് കൊണ്ട് തിന്നുന്ന വയറിങ്ങനെ വീർക്കുക. എന്നിട്ട് ആ വയറെന്താകുക? എടുത്താൽ പൊന്താത്ത ചുമടായി ആ ചുമട് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം പരലോകത്ത് ബുദ്ധിമുട്ടുന്നതിന്റെ നേർക്കാഴ്ച ഇസ്റാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒന്നുകൂടി കണ്ടു. എന്താണ് കണ്ടത്? ومر بقوم مشافرهم كالإبل يلتقمون حذرا فيخرج من أسفلهم وأن جبريل قال له هؤلاء أكلة أموال اليتامى. പിന്നെ കണ്ടത് വേറെ ചില ആളുകൾ, വലിയ തൊള്ളയുള്ള, വലിയ വായയുള്ള കുറച്ചാളുകൾ. അവരുടെ ഒട്ടകത്തിന്റെ വായക്ക് സമാനമായ വലിയ വായയാണ് അവർക്കുള്ളത്. ആ വായിലൂടാകട്ടെ അവരിങ്ങനെ വലിയ കല്ലുകളെ വായിലിടുകയാണ്. വലിയ കല്ലെടുത്ത് ഇങ്ങനെ തിന്നുക. ആ വായിലേക്കിടുന്ന കല്ല് അവരുടെ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടുകയാണ്. വലിയ കല്ല് വായിലൂടെ ഇങ്ങനെ വിഴുങ്ങിയിട്ട്
അത് പിൻദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടുന്നു. ഇതാരാന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി കിട്ടി. ഇതാരാന്നറിയോ? ഇത് യതീമുകളുടെ ധനം തിന്നുന്നവനാണ്. യതീമിന്റെ ധനം തിന്നുന്നവനാണ്. യതീമിന്റെ ധനം യതീമിന് അവകാശപ്പെട്ടതാണ്. അത് അപ്പൊ നേരത്തെ പറഞ്ഞു പലിശ തിന്നവന് കിട്ടുന്നത്, യതീമിന്റെ ധനം തിന്നവന് കിട്ടുന്നതാണ് ഈ പറഞ്ഞത്. ഈ യതീമിന്റെ ധനം തിന്നുന്നതിന്റെ ഗൗരവമാണ് അന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. യതീമിന്റെ ധനം എന്ന് പറയുമ്പോ നമ്മളെ ചിന്ത പോകുക അത് യതീംഖാന നടത്തുന്നവർക്കുള്ള പ്രശ്നമാണ് എന്നാ. അല്ല, നമ്മളെ വീട്ടില് വാപ്പ മരിച്ചൊരു യതീം കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുതൽ കൈകാര്യം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? ചില വാപ്പാരുണ്ടാവും, മരിച്ചുപോയാല് ആ വാപ്പാർക്ക് വേറെ കുറെ മക്കളുണ്ടാവും. ഈ മക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് മരിച്ചു വയ്ക്കണമെങ്കിൽ ആ മുതല് യതീമിന് അവകാശമുള്ള മുതലായിരിക്കും. ആ മരിച്ചാക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ ഈ യതീമിന് അവകാശമുള്ള മുതല് അത് ഓഹരി വെക്കാതെ എല്ലാവരും കൂടി കുടുംബ സ്വത്തായി അതിൽ നിന്നെടുക്കുമ്പോൾ യതീമിന്റെ മുതൽ നമ്മുടെ വയറ്റിലേക്കും നമ്മുടെ പോക്കറ്റിലേക്കും വരുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ യതീമിന്റെ മുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാതെ ആ മുതലിൽ നിന്ന് തിന്ന, അത് ഭക്ഷിച്ച, അത് സ്വീകരിച്ച, അത് അനുഭവിച്ച ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ യാത്രയിൽ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇസ്രാഇന്റെ യാത്രയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ പോകുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ബുറാഖിന്റെ പുറത്ത് പോകുമ്പോൾ അപ്പോൾ കണ്ട ഏതാനും കാഴ്ചകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മസ്ജിദുൽ അഖ്സയിലെത്തി. അവിടെ എത്തുമ്പോ കണ്ട കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു. ഖബറിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം നിസ്കരിക്കുന്നത് കണ്ടു. മസ്ജിദുൽ അഖ്സയിലെത്തി. മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് അള്ളാഹുവിന്റെ ഹബീബ്, സാധാരണ അമ്പിയാക്കൾ ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ പിന്നെ അവിടെ തളച്ചു. ആ തളച്ചതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കയറി. പള്ളിയിൽ കയറിയപ്പോഴോ അമ്പിയാക്കൾ എല്ലാവരും അവിടെ കാത്തിൽക്കുകയാണ്. എല്ലാ അമ്പിയാക്കളും അവിടെയുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നബിമാരും അവിടെ ഉണ്ട്. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാം ബാങ്കും ഇഖാമത്തും കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ അമ്പിയാക്കളും നിറഞ്ഞു നിൽക്കുന്ന മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് സ്വമേധയാ മുന്നോട്ട് ഇമാമായി നിൽക്കാതെ വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് ഇമാമാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി നിസ്കരിച്ചു. അങ്ങനെ ഈ ലോകത്ത് അന്നേ വരെ വന്നിട്ടുള്ള വഫാത്തായിപ്പോയ, അല്ലാതെ ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ എല്ലാ അമ്പിയാക്കളെയും അല്ലാഹു തആല മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുവന്ന് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് റസൂലുള്ളാഹി ഇമാമായി നിസ്കരിച്ചു. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് അള്ളാഹുവിന്റെ ഹബീബ് വാനലോകത്തേക്ക് പോകുന്നത്. വാനലോകത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരു സംഭവം കൂടി ഭൂമിയിൽ വെച്ചുണ്ടായി. അതെന്താണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 പാത്രം കൊണ്ടുവന്നു കൊടുത്തു. ആ 2 പാത്രത്തിൽ ഒന്നിൽ കള്ളായിരുന്നു, മറ്റതിൽ പാലായിരുന്നു. ആ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടച്ച പാത്രം, പാൽ പാത്രം തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ ഹബീബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ത്? ഈ പാൽപാത്രം എന്ന് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉമ്മത്തിന് പിഴവ് സംഭവിക്കില്ല. അല്ല, നിങ്ങൾ തെരഞ്ഞെടുത്ത പാത്രം കള്ളിൻ പാത്രമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉമ്മത്ത് ഒന്നായി പിഴച്ചു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ പാത്രവും വെള്ളവും കാണിച്ച സംഭവം ഇനി ആകാശത്തുനിന്ന് വേറൊന്നുകൂടി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മിഅ്റാജ് കഴിഞ്ഞ് 7ാം ആകാശം കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം വരിക. അപ്പൊ ഇസ്റാഉമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് മിഅ്റാജിന് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആ ആകാശലോകത്തേക്ക് പോവുകയാണ്. ആകാശലോകത്തേക്ക് പോകുന്നത് ബുറാഖിന്റെ പുറത്താണോ, അതല്ല പ്രത്യേകമായ കോണിയുണ്ടോ? കോണിയുണ്ടെങ്കിൽ എന്താണ് ആ കോണിയുടെ സ്വഭാവം? എവിടുന്നാണ് ആ കോണി കൊണ്ടുവന്നിട്ടുള്ളത്? എന്താണ് അതിന്റെ പ്രത്യേകത? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ ഇതേ സമയത്ത് നമുക്ക് കേൾക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇന്നത്തേത് അവസാനിച്ചു. ഇന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാനുണ്ടായ കാരണം ഞാൻ വിശദീകരിച്ചു. അതിന്റെ പിന്നിലുള്ള 2 രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല ആ യാത്രയിൽ കണ്ട അത്ഭുതങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വാനലോകത്തേക്ക് പോയ ആകാശയാത്രയുടെ ഏതാനും വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ കാര്യങ്ങളും നമുക്ക് പറയണം. ഇന്ന് ചുരുക്കി പറയട്ടെ, മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയൊരു ആദരവാണ്. ആ ആദരവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചതിന്റെ പേരിൽ നന്ദി എന്നോണം മിഅ്റാജിന്റെ ദിവസത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. റജബ് 27-നാണ് നോമ്പെടുക്കേണ്ടത്. റജബ് 27 രാവിനാണല്ലോ മിഅ്റാജ് ഉണ്ടായത്. അപ്പൊ അടുത്ത പകല് റജബ് 27-ന് നോമ്പെടുക്കുക. ഗൾഫിലൊക്കെ റജബ് 27 ഈ വർഷത്തേത് വ്യാഴാഴ്ചയാണ്. അപ്പൊ വ്യാഴാഴ്ചയാണ് അവർ നോമ്പെടുക്കേണ്ടത്. നാട്ടിലുള്ളവർക്ക് വെള്ളിയാഴ്ചയാണ് നോമ്പ്. വ്യാഴാഴ്ച രാവിലാണ് മിഅ്റാജിന്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജ് കൊണ്ട് അനുഗ്രഹിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ സാലിഹീങ്ങളായ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അവിടത്തേക്ക് അള്ളാഹു മിഅ്റാജിന്റെ രാത്രിയിൽ കൊടുത്ത സമ്മാനമായ നിസ്കാരം മുറപോലെ നിർവഹിച്ച് അതിന്റെ ബറക്കത്ത് കൊണ്ട് കൽബ് നന്നായി നല്ല ഈമാനോടെ ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് കാമിലായ ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ നമുക്കെല്ലാവർക്കും നമ്മളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മളെ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളായ നമ്മുടെ ക്ലാസ് റൂമിന്റെ സഹകാരികളായ എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിൽ നിന്ന് പറഞ്ഞത് അതിന്റെ ബറക്കത്ത് അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാര് ഉമ്മമാര് ബന്ധപ്പെട്ടവർ ഉസ്താദുമാർ എല്ലാവരുടെ ഖബറിടങ്ങളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും എല്ലാ അദാബിൽ നിന്നും മോചിപ്പിച്ച് പടച്ച റബ്ബ് സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക്, ചിലപ്പോൾ ഒരു 10 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. എനിക്ക് അതിന്റെ മുമ്പ് വേറൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടേ ഇൻഷാ അല്ലാഹ് ഉണ്ടാവുള്ളൂ. 11 മണിക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ തൽക്കാലം മൈക്ക് വിടുകയാണ്. ഇനി ആദർശ ചർച്ചയുടെ സമയമാണ്. അത് ഇസ്റാവും മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ടതായാലും വേണ്ടില്ല, വേറുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടതായാലും വേണ്ടില്ല, ആദർശ ചർച്ചയുടെ സമയത്ത് ആദർശ ചർച്ച തന്നെ നടക്കണം. അതിന് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചില ആളുകൾ ചോദ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ഇന്നും ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു, അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ് നടക്കുമ്പോഴാന്ന് തോന്നുന്നുണ്ട് ഒരാൾ ആദർശം ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നാണ്. അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ മാങ്ങ കിട്ടുമോ ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഇപ്പൊ മാങ്ങ ഉള്ള കാല. കുറച്ചു കാലം കഴിഞ്ഞ് വന്നുകാണ്ട് ഈ മാങ്ങൊക്കെ എല്ലായിടത്തും തീർന്നിട്ട് ഒരു മാങ്ങ ഇട്ട് ചോദിച്ചാൽ കിട്ടൂല. അപ്പൊ ആദർശത്തിന്റെ സമയത്ത് ആദർശം ചോദിച്ചാൽ ആദർശം കിട്ടും. ഫിഖ്ഹിന്റെ നേരത്ത് ഫിഖ്ഹ് ചോദിച്ചാൽ അത് കിട്ടും. അങ്ങനെ ഓരോന്ന് കിട്ടണ നേരത്ത് അതത് എന്താക്കുക ചോദിക്കുക, അപ്പൊ അത് കിട്ടും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ അതിനുള്ള സമയമാണ്, ആദർശം ചോദിക്കാനുള്ള സമയമാണ്. അതുമായി ബന്ധപ്പെട്ട സംശയമുള്ള ആളുകൾക്ക്, ചോദ്യം ഉന്നയിക്കേണ്ട ആളുകൾക്ക് റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരാം. ആരും വരുന്നില്ലെങ്കിൽ കേൾവിക്കാരൻ ഉസ്താദ് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റു ഉസ്താദുമാരാരെങ്കിലും ഉണ്ടാവും. തുടർച്ചയായി കുറച്ച് സമയം സംസാരിച്ചതുകൊണ്ട് ഇനി കുറച്ചു നേരം മൈക്ക് വിടലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഉസ്താദുമാരെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ച് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.